നമസ്കാരം. ജി സ്റ്റഡി വീഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ. കേരള PSC റിപ്പീറ്റഡായിട്ടും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പദ്ധതികളെയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പദ്ധതികളുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പറയാൻ പറ്റില്ല, എന്നാലും കുറച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് കുറച്ച് കേരളത്തിലെ സാമൂഹ്യക്ഷേമ പദ്ധതികളെ പറ്റി നമുക്ക് പഠിക്കാം. കേരള PSC റിപ്പീറ്റഡായിട്ട് ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസും ഉള്ള നമുക്ക് കുറച്ച് പദ്ധതികളുടെ പേര് പഠിക്കാം. അത് എന്തിനാണ് ആ പദ്ധതി നടപ്പിലാക്കിയെന്നും കൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഓരോ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അനുയാത കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത. അനുയാത എന്ന പദ്ധതി എന്തിനാണ് നടപ്പിലാക്കിയത്? കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത. അടുത്ത അമ്മത്തൊട്ടിൽ എന്ന പദ്ധതി കേരള PSC ചോദിച്ചിട്ടുണ്ടല്ലേ. അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അടുത്ത അതുല്യം എന്ന് പറഞ്ഞ പദ്ധതി സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കിയ സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. സംസ്ഥാനത്തെ സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ആർദ്രം കേരള PSC എപ്പോഴും ചോദിക്കാറുള്ള ഒരു പദ്ധതിയാണ് ആർദ്രം. ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം. ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം. ആശാകിരണം എന്ന് പറഞ്ഞ പദ്ധതി ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ്. ആശാവർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. അപ്പോൾ ഒന്നുകൂടെ പറയാം. അനുയാത കേരളത്തെ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമായി മാറ്റാനുള്ള പദ്ധതിയാണ് അനുയാത. അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ നടപ്പിലാക്കിയ പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ. അതുല്യം സംസ്ഥാന സാക്ഷരതാ മിഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സാക്ഷരതാ പദ്ധതിയാണ് അതുല്യം. ആർദ്രം ചികിത്സാ സൗകര്യങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് ആർദ്രം. ആശാകിരണം ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്യുക. നന്നായിട്ട് അത് റിപ്പീറ്റഡായിട്ട് കേൾക്കുമ്പോൾ മാത്രമാണ് നമുക്കത് മറന്നു പോകാതെ ഇരിക്കുന്നത്. അടുത്തത് ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ പദ്ധതി ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ പദ്ധതി എന്തിനാണ്? ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. അടുത്തത് കരുത്തെന്ന് പറഞ്ഞ പദ്ധതി പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്തെന്ന് പറഞ്ഞ പദ്ധതി പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. അടുത്തത് നൈപുണ്യം എന്ന് പറഞ്ഞ പദ്ധതി സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം. ഒന്നുകൂടെ പറയാം. ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നത് ബ്ലേഡ് പലിശക്കാരുടെ ചൂഷണങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആഭ്യന്തര വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ കുബേര. കരുത്ത് പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരിൽ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത്. നൈപുണ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ഏതെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം. അടുത്തത് മന്ദഹാസം. വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. മന്ദഹാസം എന്ന് പറയുന്നത് വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതി.
വൃദ്ധജനങ്ങൾക്കൊക്കെ ഈ കൃത്രിമ പല്ല് വെപ്പിക്കുന്നത്, അതാണ് മന്ദഹാസം. കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. മൃതസഞ്ജീവനി എന്ന് പറയുന്നത് മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ളവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഒരു പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്ന് പറഞ്ഞ പദ്ധതി എന്തിനാണ്? മസ്തിഷ്ക മരണം സംഭവിച്ചിട്ടുള്ളവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. അടുത്തത് വയോമിത്രം. വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വയോമിത്രം എന്ന പദ്ധതി. വയോമിത്രം പദ്ധതി എന്തിനാണ്? വയോജനങ്ങളുടെ ശാരീരികവും മാനസികവുമായ സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വയോമിത്രം പദ്ധതി. ഒന്നുകൂടെ പറയാം. മന്ദഹാസം എന്തിനാണ്? വയോജനങ്ങൾക്ക് കൃത്രിമദന്തം നൽകുന്നതിനുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം. മൃതസഞ്ജീവനി മസ്തിഷ്കമരണം സംഭവിച്ചിട്ടുള്ളവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി. വയോമിത്രം വയോജനങ്ങളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ശ്രമമാണ് വയോമിത്രം പദ്ധതി. ചില പദ്ധതികൾ നമുക്ക് കൺഫ്യൂഷൻ അടിക്കും. ഇപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള തന്നെ പദ്ധതികൾ ഒരുപാടുണ്ട്, അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒരുപാടുണ്ട്, സ്ത്രീകൾക്ക് അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയും കുറേ പദ്ധതികളുണ്ട്. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിലത് എടുത്ത് കൺഫ്യൂഷൻ അടിക്കും, ഇതാണോ അതാണോ. അപ്പം ആ പേരുകൾ നന്നായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ അത് എന്തിനാണ് ആ പദ്ധതി നടപ്പിലാക്കിയെന്ന് വെച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അത് തെറ്റാതെ പഠിക്കുക. അടുത്തത് തൂവൽ സ്പർശം എന്ന പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം എന്ന പദ്ധതി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. ജലനിധി എന്ന പദ്ധതി ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി എന്ന പദ്ധതി ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി. അടുത്തത് ഗോത്രസാരിഥി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരിഥി. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരിഥി. ഒന്നുകൂടെ പറയാം. തൂവൽ സ്പർശം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് തൂവൽ സ്പർശം. ജലനിധി ഗ്രാമീണ ജനതയ്ക്ക് ജലം, ശുചിത്വം എന്നിവ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് ജലനിധി. ഗോത്രസാരിഥി ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്രസാരിഥി. അപ്പം ഈ പദ്ധതികളൊക്കെ നന്നായിട്ട് പഠിക്കുക. ഇന്ന് കുറച്ച് പദ്ധതികളെ പറഞ്ഞുള്ളൂ, അപ്പോൾ അതത്രയും ബൈ ഹാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ടൈം കിട്ടാത്തവരാണ്, അപ്പം ഇതിനു വേണ്ടി മാറ്റി വെക്കാൻ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും നമ്മൾ മാറ്റി വെക്കുക. ചിലപ്പം നമ്മൾ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഇത് കേട്ടുകൊണ്ടിരുന്ന് പഠിക്കുക. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് റിപ്പീറ്റഡായിട്ട് തന്നെ കേൾക്കാൻ നമുക്ക് തോന്നുന്നത്. റിപ്പീറ്റഡായിട്ട് കേൾക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് മറന്നു പോകാതെ നമ്മുടെ ഓർമ്മയിൽ തന്നെ നിൽക്കത്തുള്ളൂ. അപ്പം നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള ടോപ്പിക്സുകളൊക്കെ ഞാൻ ഇടാം. ഇതിൻ്റെ തന്നെ ബാക്കി കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് പുറകെ ഞാൻ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിനി വീണ്ടും ഇതുപോലുള്ള കുറച്ച് ടോപ്പിക്സുകളായിട്ട് ഞാൻ വരും. അപ്പം നിങ്ങൾക്ക് ഇത് കേട്ട് തറവാകുക. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനൊക്കെ അടിക്കാം. ചില പദ്ധതികളൊക്കെ നമുക്ക് കൺഫ്യൂഷൻ അടിക്കാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ പേരുകൾ നന്നായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ബൈ ഹാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ. താങ്ക് യു.